ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വണ്ടി ടെസ്റ്റിംഗ് വർക്കാണ്. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വളരെ നല്ല രീതിക്കാണ് എല്ലാ പണികളും കറക്റ്റായിട്ടാണ് ചെയ്തു പോരുന്നത്. എല്ലാ വർഷവും ടെസ്റ്റിങ്ങിന് നമ്മൾ നല്ല രീതിക്ക് വണ്ടി പണിയും. പ്രാവശ്യം ഇതിൻ്റെ കുറച്ച് തകിട് പോയിട്ടുണ്ട്. അപ്പോൾ തകിടിൻ്റെ പെട്ടിക്കകത്ത് തകിട് പോയിട്ടുണ്ട്. അപ്പോൾ തകിട് മാറണം. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ട്, സ്പിൻഡിലിന് ചെറിയ ഇളക്കമുണ്ട്. അതുകൊണ്ട് പിന്ന് മാറണം. ലൈനർ, ഫ്രണ്ട് ലൈനർ തേയ്മാനമുണ്ട്. അപ്പോൾ ലൈനറും കൂടെ മാറിയിടണം. അപ്പം നമ്മുടെ പൈകയിലെ മോഹൻ ചേട്ടനും ഷോത്തുമാണ് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നത്. ഈ ലൈനർ ഇവിടെ തേയ്മാനമുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രമ്മിന് തേയ്മാനം വരും. അകത്ത് റിബേറ്റ് കയറി നമ്മുടെ തേയ്മാനമുണ്ട്. റിബേറ്റ് കയറി ഒരയും. അപ്പോൾ എല്ലാ വർഷവും ടെസ്റ്റിങ്ങിന് നമ്മൾ മെക്കാനിക്കൽ പണികളൊക്കെ തീർക്കുകയാണെങ്കിൽ നമുക്ക് വേറെ മെത്തേഡൊന്നും വരത്തില്ല. പണി അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കഴിഞ്ഞോളും. അപ്പോൾ പെയിൻറ്റിങ് വർക്ക് നമ്മുടെ അന്വേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്, എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഇവിടെ തകിടുണ്ടോ, കുറച്ച് തകിട് വലിയ കാര്യമായിട്ട് പോയില്ലായിരുന്നു. പക്ഷേ അത്രയും ഭാഗങ്ങൾ വെട്ടി മാറിയേക്കാന്ന് വെച്ചു. വൃത്തിക്ക് കിടന്നോളുമല്ലോ. ഇല്ലേ ഇനി നമ്മൾ കട്ടയൊക്കെ കയറ്റി ഇറക്കുമ്പോൾ കട്ട കയറി ഉടക്കാനുള്ള സാധ്യതയുണ്ട്. ഉടക്കിയിട്ട് തിങ്ങി നിൽക്കും. അപ്പോൾ അതിനെ ഉടക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത് ഗ്യാസ് കട്ടർ കൊണ്ടുവന്നിട്ടാണ് ഇതെല്ലാം തകിടെല്ലാം വെട്ടി മാറിയത്. നമ്മുടെ ബിജുവാശാനാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശോഭിത്ത് വന്ന് ഫ്രണ്ട് വീല് തുടങ്ങി. ഫ്രണ്ട് വീലിൻ്റെ സ്പിൻഡിലിന് സ്പിൻഡിലിന് ഇളക്കം ഉണ്ടാകുന്നതുകൊണ്ട് പിന്നെ മേടിച്ചില്ലായിരുന്നു. രണ്ടാമതും പിന്നെ മേടിച്ചിട്ടാണ്. ഇതാണ് പുതിയ സ്പിൻഡിൽ പിന്നടിച്ച് കയറ്റുന്നത്. അപ്പോൾ ലൈനർ അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ലൈനർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എയർ ബ്രേക്കിൻ്റെ ഡയഫ്രമാണ്, ബൂസ്റ്റിൻ്റെ ഡയഫ്രമാണ്. അപ്പോൾ നമ്മൾ എയർ ബ്രേക്കിൻ്റെ വീഡിയോ ചെയ്തപ്പം ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇതിലാണ് വന്ന് എയറിൻ്റെ പ്രഷർ തള്ളിയിട്ട് ബ്രേക്ക് ആകാനുള്ള ഒരു മെയിൻ കമ്പോണൻസ് ആണത്. അപ്പോൾ ലൈനറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ സർവീസ് ബ്രേക്കിൻ്റെ യൂണിറ്റാണിത്. അഴിച്ചു വെച്ചേക്കുക കേട്ടോ. ആ ഒരു കാരിയർ പ്ലേറ്റിൽ നിന്ന് അടിച്ച് വെച്ച്. അപ്പോൾ ഈ പൈപ്പ് വഴിയാണ് ഹൈ പ്രഷറിലെ എയർ ഉള്ളിലോട്ട് പോയിട്ട് ഈ ഒരു പിസ്റ്റൺ ഇങ്ങനെ തള്ളും. ഈ പിസ്റ്റൺ തള്ളുമ്പോൾ തന്നെ ആ ലിവർ ഇങ്ങോട്ട് തള്ളി വരും. ഇതാണ് ബ്രേക്കിൻ്റെ സെറ്റിങ്ങിൻ്റെ അഡ്ജസ്റ്റർ, സ്ലാക്ക് അഡ്ജസ്റ്റർ. പിന്നെ ഇതാണ് SAM. അപ്പോൾ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പം ഡീസൽ ഫിൽറ്ററാണ്. ഡീസൽ ഫിൽറ്റർ 3 എണ്ണമാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്നതാണ് ഹാൻഡ് പമ്പ്. നമ്മൾ ഡീസൽ എയറൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ അതടിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുന്നത്. ഓയിൽ, എല്ലാ ഓയിലും മാറുവാണ്. നമ്മൾ എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, ഹൗസിങ് ഓയിൽ, എക്സ്ട്രാ ഗിയറിൻ്റെ ഓയിൽ, എല്ലാ ഓയിലുകളും മാറുവാണ്. പിന്നെ ഇത് സ്പിൻഡിലിന് ഓയിൽ ഒഴിക്കുന്നതാണ്. സാധാരണ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക്, കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല. ഈ മസ്ത എന്ന ഒരു വണ്ടിക്ക് സ്പിൻഡിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു 14-ൻ്റെ നട്ടുണ്ട്. ആ നട്ടഴിച്ച് കഴിഞ്ഞാൽ എന്തോലും ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്താവും, സ്റ്റിയറിങ് നല്ല സ്മൂത്താവും. ഓയിൽ ഒഴിക്കാതെ ഈ സാധനം ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പിൻഡിൽ പോവും. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഗുഡ്സ് വണ്ടിയൊക്കെയാണ് ഒരു 1.5 വർഷത്തെ കൂടുതലൊന്നും കിട്ടത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പവർ സ്റ്റിയറിങ് വണ്ടിയാണ് കൂടുതൽ വർക്കിംഗ് ആണ്. ഓയിലൊക്കെയാണെങ്കിൽ നമ്മളെല്ലാം ഷോറൂമിൽ നിന്ന് കമ്പനി ഓയിലാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ പുറത്തെ തകിടുന്നുണ്ട്, ഇത്രയും ഭാഗം വെട്ടി മാറി സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ലൈനർ മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈനർ തേയ്മാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്രണ്ട് ലൈനർ മാറി. സാധനങ്ങളെല്ലാം നമ്മൾ ഒറിജിനൽ സാധനങ്ങളാണ്, പാർട്സുകളെല്ലാം ഒറിജിനലാണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് പണികൾ ഒത്തിരി കുറഞ്ഞിരിക്കും, വഴിക്കിടപ്പ് കുറയും വണ്ടിയുടെ. നല്ല സാധനം പാർട്സ് വാങ്ങിച്ചിടുവാണെങ്കിൽ ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ്റെ ഭാഗം തീർന്ന് ലൈനർ അടിച്ച് ബെയറിംഗ് ഒരെണ്ണം പോയിരുന്നു. ബെയറിംഗ് മാറി ഗ്രീസും അതിനകത്ത് ഗ്രീസും കയറ്റിയിട്ട് ടയർ കയറ്റിയിട്ടത്. ഇതാണ് ഗ്രീസ്, ചുവന്ന ഗ്രീസ്, എല്ലാ ക്വാളിറ്റിയുള്ള ഗ്രീസാണ്. അപ്പോൾ ബിജുവാശാൻ തകിടൊക്കെ സ്പോട്ട് ചെയ്യുകയാണ് നല്ല രീതിയിൽ. അകത്തൊന്നും പുറത്തൊന്നും വെൽഡ് ചെയ്യണം. എന്താ ഇവിടെ ക്ലാമ്പില്ലായിട്ട് നല്ല രീതിക്ക് ചെയ്താണ് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലത്തെ ഡ്രമ്മിനകത്ത് ഉണ്ട്, അബിനകത്ത് ഗ്രീസ് ഇടുകയാണ്. നല്ല രീതിക്ക് ഗ്രീസ് ഇടണം. ഇവിടെ ലൈനറിന് ഇതാകട്ടോ മറ്റേ നമ്മുടെ വണ്ടിയുടെ ആക്സിൽ ബെയറിങ്ങിനകത്ത് നല്ല രീതിയിൽ ഗ്രീസ് ഇട്ടിട്ടാണ് ബെയറിങ് കയറ്റിയിടുന്നത്. ബാക്കി വീലിൻ്റെ ബെയറിങ്ങാണ്. നല്ല രീതിയിൽ ഗ്രീസ് കവർ ചെയ്താണ് അതിനകത്ത് കയറ്റിയിടും. ഡ്രമ്മ് കയറ്റി വെച്ചു. നമ്മുടെ ബാക്കി ലൈനർ കുഴപ്പമില്ല, അതുകൊണ്ട് മാറിയില്ല. ഇതിൻ്റെ പുറകിൽ ലാസ്റ്റ് ഒരു ഓയിൽ ഉണ്ട്. ആ ഓയിൽ സീൽ കയറ്റിയിടും. ഇത് ബ്രേക്കിൻ്റെ ബൂസ്റ്ററാണ്. അതിന് ഇടത്തോട്ട് കറക്കിയാൽ നമുക്ക് വണ്ടിയുടെ എയർ ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ ടയർ ലൂസാവും, ഫ്രീ ആവും.
കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർ ബ്രേക്കിൻ്റെ വീഡിയോ ചെയ്തപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇടത്തോട്ട് ഈ നട്ട് കറക്കുവാണെങ്കിൽ ടയർ ഫ്രീ ആയിട്ട് വരും. സാധാരണ എയറിൽ കിടക്കുന്ന വണ്ടിയുടെയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതിപ്പോൾ ഫ്രീ ആയി. ഈ നട്ട് ഇടത്തോട്ട് കറക്കണം. എല്ലാ വണ്ടി എയർ ബ്രേക്കുള്ള വണ്ടിയുടെ എല്ലാം അങ്ങനെ സംവിധാനമുണ്ട്. ഈ ഒരു ഈ നമ്മുടെ ഈ സൈഡിലത്തെ ഓയിൽസിൽ പോയിട്ട് കുറച്ച് ഓയിൽ ഉണ്ടോ, ഗ്രീസ് ഓയിലും കൂടെ ഉരുകിയായിരുന്നു. അപ്പോൾ ഇവിടെ മഞ്ഞ പെയിൻ്റ് അടിക്കുവാണ്. മഞ്ഞ പെയിൻ്റ് ആയത് നമ്മളിതുണ്ട് ഇവിടെ ഈ നമ്പർ പ്ലേറ്റും കൂടെ ആ പോർഷൻ കൂടെ അടിക്കുവാണ്. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയും പെയിൻറ്റ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഹീറ്റ് ഗണ്ണ് വെച്ച് ഹീറ്റും അടിച്ച് കൊടുക്കുന്നുണ്ട്. മഞ്ഞ അടിക്കുമ്പോൾ മൊത്തം മഞ്ഞയുടെ പോർഷനെല്ലാം അടിക്കും. നമ്പർ പ്ലേറ്റുകൾ, ഫ്രണ്ടിലത്തെ ഗ്രില്ല്, അതെല്ലാം നമ്മൾ നല്ല രീതിക്ക് വണ്ടി കവർ ചെയ്യണം. പെയിൻറ്റ് പറ്റാത്ത ഇടത്തെല്ലാം നമ്മൾ മാസ്കിൻ്റെ പൊട്ടിച്ച് നല്ല രീതിയിൽ കവർ ചെയ്യണം. ഈ മഞ്ഞ നമുക്ക് മാറ്റാനുള്ള ഈ മഞ്ഞ മാറ്റിയിട്ട് ഗോൾഡൻ ബ്രൗൺ അടിക്കണം. പിന്നെ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 വർഷമായിട്ട് കിടന്ന ഫ്ലാപ്പ് പോയായിരുന്നു. അതും കൺവെയറബിലിറ്റി അന്നിട്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും പുതിയ കൺവെയറബിലിറ്റി മേടിച്ച് കണ്ടിച്ച് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അതെല്ലാം അഴിച്ച് വെച്ചേക്കുവാണ്. എല്ലാ സാധനങ്ങളും ഊരി അഴിക്കാവുന്ന സാധനങ്ങളെല്ലാം അഴിച്ച് വെച്ചേക്കുവാണ്. ഇവിടെ മൊത്തം അഴിച്ച് പീസാക്കിയാണ്. 1.5 വർഷങ്ങളിൽ ഇങ്ങനെ അഴിച്ച് പീസാക്കി ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇതെല്ലാം ഈ സാധനമൊക്കെ കണ്ടാൽ മനസ്സിലായത്. എൻ്റെ സൈഡ് മിറർ, ബാറ്ററിയുടെ ഇത് എക്സ്ട്രാ ഗിയർ ലിവറിൻ്റെ മുകളിൽ വരുന്ന സംഭവമാണ്. ഇത് ഇടതുവശത്തെ മിറർ, ഇത് ബാറ്ററിയുടെ ഒരു ലോക്ക്. പിന്നെ ഇത് വലതുവശത്തെ മിറർ. മൾഗാർഡിന് അടിയൊക്കെ ബ്ലാക്ക് അടിക്കുവാണ്. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പണി മെനക്കോടെ കുറഞ്ഞിരിക്കുന്നുണ്ട്. മഞ്ഞ പെയിൻ്റെല്ലാം അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആസ്പ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം PU മിക്സ്, കമ്പ്യൂട്ടർ മിക്സ്ഡ് പെയിൻ്റാണ്, കൂടിയ പെയിൻ്റാണ് വാങ്ങിച്ചടിക്കുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ലും എല്ലാം, ഫ്രണ്ട് ഗ്രില്ലും ഒക്കെ ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കണ കാര്യം പറഞ്ഞാൽ പെയിൻ്റ് അടിക്കേണ്ട പോലും കാര്യമില്ലായിരുന്നു ഈ വണ്ടിക്ക്. പക്ഷേ ഈ നമ്മുടെ പാലാ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. മഞ്ഞ നമ്മൾ മറച്ചു. ഇതടിക്കാൻ നേരത്തെ ഗോൾഡൻ ബ്രൗൺ അടിക്കാൻ നേരത്തെ മഞ്ഞ പെയിൻറ്റ് നമ്മൾ മറച്ചു. എല്ലാം ഹീറ്റ് കൊടുത്ത് അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെയിൻറ്റ് ഉണങ്ങി. അകത്തൊക്കെ നല്ല നമ്മൾ ക്യാബിൻ്റെ ഉള്ളിൽ മാത്രമേ ആസ്പ അടിക്കുന്നുള്ളൂ. ഈ ഡോറിൻ്റെ അകത്തും ഒക്കെ മാത്രമേ ആസ്പ പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം PU മിക്സാണ് അടിച്ചേക്കുന്നത്. നല്ല രീതിയിലാണ് പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. നമ്മളത് വണ്ടി ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ടിൽ കൊണ്ട് ഇട്ടപ്പോഴാണ് മറ്റു മസ്താടെ കൊടുത്ത് ഈ വണ്ടി കിടന്നപ്പോഴാണ് ഈ പെയിൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലായത്. ഇതാണ് നമ്പർ എഴുതാനുള്ള ഒരു പോർഷൻ. മഞ്ഞ അടിച്ചിട്ട് അത് ചതുരത്തി വെട്ടി കവർ ചെയ്തു. തകിടെല്ലാം മാറിയിട്ടുണ്ട്. തകിടൊക്കെ നല്ല രീതിക്ക് മാറി പനിയെല്ലാം ഫിനിഷിങ് ആയിട്ടുണ്ട്. തകിട് കാര്യം പറഞ്ഞാൽ മാറേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അങ്ങ് മാറിയേച്ചു. വൃത്തിക്ക് വണ്ടി കിടക്കുമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പണിയെല്ലാം തീർന്ന് വേറെ കുറേ ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ടെസ്റ്റിങ്ങിന് പോയപ്പോഴത്തേനും നമ്മളെ പാലാ RT ഓഫീസാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് വണ്ടി നോക്കും. നല്ല രീതിയിൽ വണ്ടി നോക്കിയിട്ട് ടെസ്റ്റ് പാസ്സാകത്തുള്ളൂ. ഒരു ഫ്ലാപ്പോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡോർ പാഡോ എന്തെങ്കിലും കീറിയാൽ പോലും ഒന്നും ചെയ്യത്തില്ല. ഇത് മഞ്ഞ അടിച്ച് മുകളിലെ മഞ്ഞയായിരുന്നു, അത് നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആക്കി. പിന്നെ ഇവിടെ 2 ഹെഡ്ലൈറ്റ്, 2 കമ്പനി സ്റ്റോക്ക് വന്ന ഹെഡ്ലൈറ്റ് ആയിരുന്നു. 2 ഹെഡ്ലൈറ്റ് മാറി പുതിയത് വെച്ചു. പിന്നെ ഡോർ പാഡ് നമ്മൾ പുതിയത് വാങ്ങിച്ചു. പക്ഷേ ഡോർ പാഡ് സെക്കൻഡ് കിട്ടിയതൊക്കെ തീരെ ലോക്കലാണ് കിട്ടിയത്. ഇവിടെ നമ്മൾ ലോക്കൽ കടയിൽ നിന്നാണ് മേടിച്ചത്. ഇത് ടോപ്പ് ലൈറ്റ് LED ആക്കി. പിന്നെ പുറകിലത്തെ ഉണ്ടോ ഈ ഫ്ലാപ്പ് വന്നത് നല്ല ലുക്കായി വണ്ടിക്ക്. കൺവെയർ ബെൽറ്റ് ആയതുകൊണ്ട് നല്ല കനമുണ്ട്, അറേഞ്ച് കനമുണ്ട് ആ ബെൽറ്റ്. പിന്നെ ഇപ്പം വണ്ടികൾക്കെല്ലാം പുറകിൽ മഞ്ഞ അടിക്കണ്ട എന്നൊരു നിയമമാണ് മോട്ടോർ വാഹന വകുപ്പിൽ ഒന്ന് വന്നേക്കുന്നത്. പക്ഷേ മഞ്ഞ അടിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വണ്ടി കൊണ്ട് ഇരുട്ടത്ത് പാർക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിൽ പുറകെ വരുന്ന വണ്ടിക്കാർ കൊണ്ടൊക്കെ ഇടിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കറുത്ത പെയിൻ്റുള്ള വണ്ടിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഈ രാത്രിയിലെ കൊണ്ട് പാർക്ക് ചെയ്യണമെങ്കിൽ ഒന്നും അറിയത്തില്ല. ഹെഡ്ലൈറ്റ് ഇട്ട് വന്നാൽ പോലും അറിയത്തില്ല. അപ്പോൾ അപകട സാധ്യത കുറയാൻ ഈ മഞ്ഞ തന്നെ അടിക്കുന്നതാണ് നല്ലത്. പിന്നെ വണ്ടിക്ക് എപ്പോഴും ഭംഗി മഞ്ഞ തന്നെയാണ്. വന്ന വഴിക്ക് ഗ്രീസും അടിച്ചായിരുന്നു. നമ്മുടെ SC ലോറിയൊക്കെ ആണെങ്കിൽ അവർ മഞ്ഞ പെയിൻറ്റിൽ കാണുന്നതാണ് നമുക്ക് ഏറ്റവും ലുക്ക്. നമ്മുടെ നാട്ടിലുള്ള കുറേ വാഹനപ്രേമികൾ മഞ്ഞ പെയിൻറ്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പിക്കപ്പിനാണെങ്കിലും SC ലോറി ആണെങ്കിലും എല്ലാ വണ്ടിക്കും അവർ മഞ്ഞ അടിക്കുന്നിടത്ത് മഞ്ഞ അടിച്ചാണ് പോകുന്നത്. എന്ന് വെച്ചാൽ വണ്ടിയെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. നമ്മളൊരു പണിയുടെ എളുപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഇതിപ്പോൾ അത്രയും മഞ്ഞ നിയമമൊന്നുമില്ല. ഇപ്പം മഞ്ഞ വേണം നിയമമൊന്നുമില്ല. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഗോൾഡൻ ബ്രൗൺ തന്നെ പുറകെ പറപ്പിച്ചങ്ങ് വിടാമെന്ന് കേസുള്ളൂ. ഇത്രയും പണിയില്ല. സ്റ്റിക്കർ ഒട്ടിക്കേണ്ട, മാസ്കിൻ്റെ മറക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. പക്ഷേ എന്നാലും ആ ഒരു വണ്ടിയുടെ കാഴ്ച ഭംഗിയെല്ലാം ഈ ഒരു
മഞ്ഞ പെയിൻ്റാണ്. നമ്മൾ വണ്ടിയൊക്കെ കാണുമ്പോൾ എസിലോറി ആണെങ്കിലും ഈ ഒരു ഗുഡ്സ് വണ്ടിയുടെ പുറകുവശം നമ്മൾ കാണുന്നത് എപ്പോഴും മഞ്ഞ കാണുന്നതാണ് ഒരു ഐശ്വര്യം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇത് തന്നെയാണ് രാത്രിയിലെ കൊണ്ട് പാർക്കിങ് എവിടെയെങ്കിലും ഇട്ടെന്ന് പറഞ്ഞാൽ പോലും പാർക്ക് ലൈറ്റ് ഇല്ലേ പോലും വണ്ടി അകലിൽ നിന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു വണ്ടി കിടപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ ഓക്കെ.